പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തി പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തന്നെയാണ് സ്നാപക യോഹന്നാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ അന്ന് സ്നാപക യോഹന്നാന് കൈവപ്പ് ശുശ്രൂഷ കൊടുത്തോ എന്ന് ചോദിക്കുന്ന ചില വ്യക്തികളും കണ്ടെന്നിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന്. അങ്ങനെ മാതാവിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിച്ച് ചെല്ലുമ്പോൾ നമുക്ക് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ അമ്മയായിട്ടില്ല മറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയും ആ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുതിച്ചു ചാടുകയും ചെയ്തുവെന്ന് വചനം പറയുന്നു. അപ്പോൾ യോഹന്നാനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചത് മറിയമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സഭാമക്കളിലേക്കും ഈ കർത്താവിൻ്റെ ആത്മാവ് സഭയുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിലൂടെയാണ് ഒഴുകിയെത്തുന്നത്, ഒരു സംശയവുമില്ല. ഇവിടെ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടാണ് സ്നാനം നൽകുന്നത്, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്ന ഒരു യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ യേശുവിൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നിട്ട് പറയണം, അവൻ വന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം തരും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്. കാരണം പശ്ചാത്തപിക്കുക, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഒരു വ്യക്തി സ്നാനപ്പെടണമെങ്കിൽ ഇവിടെ എന്തു വേണം? പശ്ചാത്താപം ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ശമരിയാക്കാരിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ശമരിയാക്കാരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ശമരിയാക്കാരി സ്ത്രീ പറയുന്നുണ്ട്, യേശുവിനോട് പറയുന്നുണ്ട്, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. 4-ാം അധ്യായത്തിനകത്ത് പറയുകയാണ്, യേശുവും ശമരിയാക്കാരിയും എന്നുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആ ജലം എനിക്ക് തരിക. 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ. മേലിൽ ദാഹിക്കുകയില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശമരിയക്കാരി സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണ്, ആ ജലം ഒരുപക്ഷെ യേശുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകത്തെ രക്ഷിക്കുവാനുള്ള രക്ഷകനാണെന്നൊന്നും അവൾക്കറിയില്ല. എങ്കിലും അവൾ പറയുകയാണ്, ആ ജലം എനിക്ക് തരിക. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശു പറയുന്നുണ്ട്, യേശു അവളോട് പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. അപ്പോൾ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അന്നേരമാണ് അവൾ പറയുന്നത്, അയ്യോ കർത്താവേ, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഉടനെ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും, അവൾ ആ കുടവും അവിടെ വെച്ചിട്ട് അവൾ ഓടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ
അവളുടെ ജീവിതത്തിലും ഒരു പശ്ചാത്താപത്തിൻ്റെ മേഖലയുണ്ടായി. അതാണ് അവൾ ഒരു കുടം അവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. അവൾ വെള്ളം കോരാമെന്നവളാണ്. അവൾക്ക് വേണമെങ്കിൽ ഒരു പാത്രം വെള്ളം കോരി വെച്ചിട്ട് പോകാമായിരുന്നു. പട്ടണത്തിൽ പോയി അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുവാൻ വേണ്ടി ഒരു പാത്രം വെള്ളം കോരി വെച്ചിട്ട് പോകാമായിരുന്നു. വരുമ്പോൾ എടുത്തുകൊണ്ട് പോയി അവൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം, അല്ല കഞ്ഞി വെച്ച് കുടിക്കാമായിരുന്നു. എന്നാൽ അവൾ ആ കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എന്താണ് ഈ കുടം? ഈ കുടം ഈ ലോകത്തിൻ്റെ പ്രതീകമാണ്. ഈ കുടം 5 ഭർത്താക്കന്മാരുടെ പ്രതീകമാണ്. ഈ കുടം 6ാമത് ഭർത്താവല്ലാത്ത ഒരു വ്യക്തിയുടെ പ്രതീകമാണ്. ഈ കുടം അവളുടെ പാപകരമായ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അതെല്ലാം ഉപേക്ഷിച്ച്, ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം ഉപേക്ഷിച്ച് അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. പട്ടണത്തിലേക്ക് ഓടുന്നു. പട്ടണത്തിൽ നിന്ന് അവൾ വലിയ ഒരു ജനക്കൂട്ടം ആൾക്കാരെ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് അവൾ കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഈ പാപകരമായ മേഖലകളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉപേക്ഷിച്ച കരങ്ങളിൽ അവൾ രക്ഷകനെ കയ്യിലെടുത്തു. ആ രക്ഷകനെ കയ്യിലെടുത്തുകൊണ്ടാണ് അവൾ പോകുന്നത്. കാരണം അവൾ ഉപേക്ഷിക്കണമെങ്കിൽ അവൾക്ക് പശ്ചാത്താപമുണ്ടായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഓരോ വ്യക്തിയുടെയും നമുക്ക് യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് സ്വർഗം തുറന്ന് അനുഗ്രഹം നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പത്രോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് നിങ്ങൾ പശ്ചാത്തപിക്കണം. നമ്മുടെ പാപങ്ങളെല്ലാം ഒന്ന് ഉപേക്ഷിച്ച് ഒരു പശ്ചാത്തപിച്ച് ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കുമ്പോൾ അവിടുത്തെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് നമുക്ക് സ്നാനം തരും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളിൽ കിടക്കുന്ന പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ചും തിന്മയുടെ മേഖലയെക്കുറിച്ചും ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ, പശ്ചാത്തപിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെയെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.